ലോകം കാൽപന്ത് കളിയുടെ ആവേശത്തിലാണ്. ഇന്ന് സ്പെയിനും അർജന്റീനയും തമ്മിൽ ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ ആരാധകർക്ക് അഭിപ്രായങ്ങൾ പലതാണുള്ളത്. സ്പെയിൻ, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി ഈ ടീമുകളുടെയൊക്കെ ഫാൻസുകാർ പറയുന്നത് അർജന്റീന തോൽക്കുമെന്നാണ്. എന്നാൽ കടുത്ത അർജന്റീന ആരാധകർക്ക് ഇത്തവണയും കപ്പ് അർജന്റീനയിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആരാധകരുടെ പ്രതികരണം കാണാം. ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരം അമേരിക്കയിൽ നടക്കുമ്പോഴും അതിന്റെ ആവേശം ഇങ്ങ് കേരളത്തിലും വലിയ രീതിയിൽ തന്നെ അലതല്ലുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഇതിനുവേണ്ടി പ്രത്യേകം വലിയ സ്ക്രീനുകൾ തയ്യാറാക്കി അതിൽ മത്സരങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ കാഴ്ചയാണ്. ഇത് പൊന്മള ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ഈ പഞ്ചായത്തിൽ 21 വാർഡുകളാണ് ഉള്ളത്. ഓരോ ടീമുകളുടെയും ജേഴ്സി അണിഞ്ഞുകൊണ്ടുള്ള ഒരു മത്സരം ആണ് ഇവിടെ നടത്തുന്നത്. അത്തരത്തിൽ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ആഘോഷമാണ് ഇവർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. 21 ടീമുകൾ, 21 വാർഡിൽ ഓരോ ടീമുകളും അവരുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുണ്ട്. എന്താണ് ഈ ഒരു മത്സരത്തിലെ ഒരു ആവേശമൊക്കെ എങ്ങനെ? ലോക ഫുട്ബോൾ നടക്കുകയാണല്ലോ. ലോക ഫുട്ബോൾ നടക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക്, ഇവിടെയുള്ള കുട്ടികൾക്ക് എത്രത്തോളം ഇതുണ്ട്, ആവേശമുണ്ട് എന്ന് നോക്കാൻ ഇവിടെ പൊന്മള പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഒരു ലോകകപ്പിൻ്റെ മിനി ലോകകപ്പ് നടത്താമെന്ന് തീരുമാനിച്ചു. ഇതിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ കുട്ടികളും രാത്രി 11 മണിക്കും 12 മണിക്കും 2 മണിക്കും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇങ്ങനെയുള്ള ഒരു കളി, ഈ രാജ്യങ്ങൾ വെച്ചുകൊണ്ടൊരു കളി കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അവർക്ക് പോകാനും സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രാമപഞ്ചായത്ത് വിളിച്ച് യോഗം ചേർന്ന് ഇങ്ങനെ ഒരു സംവിധാനം എല്ലാ വാർഡുകളിലും ഓരോ രാജ്യമാക്കി മാറ്റി 21 വാർഡുകളാണ് നമ്മളെ പൊന്മള പഞ്ചായത്തിലുള്ളത്. ജേഴ്സിയൊക്കെ ധരിച്ചുകൊണ്ടുള്ള എല്ലാവരും ജേഴ്സിയാണ്. 22 വാർഡും രാജ്യങ്ങളും ജേഴ്സി അണിയിച്ചുകൊണ്ടാണ്. ഇതിലൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ, 21 രാജ്യങ്ങൾക്ക് പുറമെ അവർ ലോകകപ്പിലുള്ള ടീമുകളാണ്. എന്നാൽ 22ാമത്തെ ഒരു രാജ്യം കൂടി നമ്മളിലുണ്ട്. ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യം ഞങ്ങളുടെ ഈ ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യമെങ്കിലും ഇന്ത്യ രാജ്യത്തിന് ലോകകപ്പിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കും. ഘോഷയാത്രയൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഘോഷയാത്ര ആയിട്ടാണ്. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെ മത്സരമാണ് ആവേശത്തിലാണ്. ഇതിൽ എല്ലാ ആളുകളും ലോകകപ്പ് ഫൈനൽ നടക്കുന്ന ആവേശമൊക്കെ ആര് ജയിക്കുന്നതാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും അർജന്റീന ജയിക്കും. അർജന്റീന ഫാനാണോ? കളി കാണാറുണ്ട്. അർജന്റീന ആളാണ്, അതുകൊണ്ടാണ്. എന്തായാലും ശരി, ഇവിടെ വലിയൊരു ആവേശം തന്നെയാണ്. കാരണം ഈ ഒരു ഗ്രൗണ്ടിൽ അത് ആ ആവേശം പൂർണ്ണമായി നമുക്ക് കാണാം. ഫുട്ബോൾ മത്സരം ഇവിടെ നടക്കുന്നത് ഇതിനുവേണ്ടി, ഈ ഫൈനൽ മത്സരം ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഫുട്ബോൾ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം കുട്ടികൾക്കും വലിയവരിലും എല്ലാം തന്നെ ആ ഒരു ആവേശം പൂർണ്ണമായും അവരിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മത്സരം, ഓരോ ടീമിൻ്റെയും ജേഴ്സിയൊക്കെ ധരിച്ച് ആ മത്സരം ഇവിടെ നടത്തുമ്പോൾ ഈ ലോകകപ്പ് ഫൈനലിൻ്റെ ആവേശം അവർ ഹൃദയത്തിൽ വാങ്ങുകയാണ്. സ്പെയിനും അർജന്റീനയും തമ്മിലാണ് മത്സരമെങ്കിലും ഇവിടെ എല്ലാ ടീമുകളും ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ആ ആവേശം തന്നെയാണ് നമുക്ക് ഈ മലപ്പുറം ജില്ലയിൽ എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്.